സോ ഹായ് ഓൾ, ഇറ്റ്സ് മീ മുഹമ്മദ് നജീബ് നാസർ അഗൈൻ. അപ്പോൾ നമ്മൾ TSPയുടെ ചാർട്ട് ടൈമിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നും നമ്മുടെ എല്ലാ പിള്ളേരും പ്രോഫിറ്റ് ഉണ്ടാക്കിയെന്ന് വിചാരിക്കുന്നു. സോറി പിള്ളേർ എന്ന് പറഞ്ഞാൽ ഞാൻ തമാശയ്ക്ക് പറഞ്ഞാണ്. അപ്പോൾ മാർക്കറ്റിൽ എന്തൊക്കെയൊക്കെയോ വയലൻസ് ഒക്കെ മാർക്കറ്റ് കാണിച്ചു. നിഫ്റ്റി ആയിക്കോട്ടെ, ബാങ്ക് നിഫ്റ്റി ആയിക്കോട്ടെ, ഇടിഞ്ഞ് തകർന്നെന്ന് പറഞ്ഞു, ക്രാഷ് എന്ന് പറയുന്നു, അങ്ങനെ പറയുന്നു, ഇങ്ങനെ പറയുന്നു. പക്ഷേ നമ്മൾ ഇന്നലത്തെ ദിവസം തന്നെ മാർക്ക് ചെയ്ത പോയിന്റ്സ് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് ആ പോയിന്റിനെ ബേസ് ചെയ്ത് നമ്മുടെ ടെലഗ്രാം ഫോളോ ചെയ്തിരുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ ഓരോന്നും പറയുന്നുണ്ടായിരുന്നു, ഇന്ന സമയത്ത് എന്ത് നടക്കും, ഇന്ന സമയത്ത് എന്ത് നടക്കും, നമ്മളെ പറ്റുന്ന രീതിയിൽ ദൈവാനുഗ്രഹവും പിന്നെ കുറേയൊക്കെ നമ്മളെ പഠനവും കൊണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ചാണ് തന്നെ വന്നു. ഓക്കെ, അപ്പൊ അതെന്തൊക്കെയാണെന്ന് ചാർട്ടിലോട്ട് പോയി എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അതിന് മുന്നേ ആയിട്ട് ഇതിനകത്ത് കുറെ ആൾക്കാർ നമ്മളിപ്പോൾ ടെലഗ്രാമിൽ തന്നെ ചോദിക്കുമ്പോൾ കുറെ ആൾക്കാർ ഇങ്ങനെ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും, സാറേ ഇപ്പൊ പറഞ്ഞ എന്താണ്, ഇപ്പൊ പറഞ്ഞ എന്താണ്. നമ്മൾ അങ്ങനെ മെസ്സേജ് അയക്കാൻ നിൽക്കുമ്പോൾ നമുക്ക് അടുത്തൊരു ഓപ്പർച്യൂണിറ്റി മിസ്സാവും. അതെപ്പോഴും എല്ലാവരുടെയും മൈൻഡിൽ വേണം. അതുകൊണ്ടാണ് ഈ ലൈവ് സമയത്ത് ടെലഗ്രാമിലുള്ള സമയത്ത് എനിക്ക് വേറെ എന്തെങ്കിലും ഞാൻ ഇട്ടതിനെ ബേസ് ചെയ്തൊരു സംശയം വരുമ്പോഴത്തേക്ക് അത് ഞാൻ വൈകിട്ട് 3:30 ശേഷം റിപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ടാണ് കാര്യം ഓൾറെഡി ഞാൻ ഇട്ടു, അതിന്റെ സംശയങ്ങളൊക്കെ ഞാൻ തീർക്കുന്ന പിന്നാണ്. ഓക്കെ, അപ്പോൾ പിന്നെ വേറൊരു കാര്യം, ഈ അനാലിസിസിന്റെ വീഡിയോ ഇപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഇതിപ്പോൾ നമ്മുടെ സീക്രട്ട് പിവട്ട് എന്ന് പറയുന്നതിന്റെ നമ്മുടെ ഒരു ഇനിഷ്യേറ്റീവ് ആണ്. ചാർട്ടിനെ കുറിച്ച് ആൾക്കാരെ പഠിപ്പിക്കുക, ഇൻട്രാഡേ ട്രേഡിംഗിൽ ചാർട്ട് ബേസ് ചെയ്ത് ടെക്നിക്കൽ അനാലിസിസ് ബേസ് ചെയ്ത് ട്രേഡ് എടുക്കാനായിട്ട് അവരെ കുറച്ചുകൂടി എൻകറേജ് എമർജ് ചെയ്ത് കൊണ്ടുവരാനുള്ള ഒരു പ്രോസസ്സിന് വേണ്ടിയാണ് നമ്മൾ ചാർട്ട് ടൈം വിത്ത് TSB എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം തുടങ്ങിയത്. ആക്ച്വലി നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി കംപ്ലീറ്റ്ലി പറഞ്ഞിട്ടുള്ള കുറെ വീഡിയോസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതൊക്കെ പ്ലേലിസ്റ്റ് ആക്കി ഓരോന്നും നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇക്വിറ്റി ആയാലും ഫ്യൂച്ചേഴ്സ് ആയാലും അതുപോലെ ഓപ്ഷൻസ് ആയാലും ഓപ്ഷൻ ഗ്രീക്സ് ആയാലും ഓപ്ഷൻ സ്ട്രാറ്റജീസ് ആയാലും എല്ലാം, അതേപോലെ CPR സീരീസ് ആയാലും എന്തൊക്കെയാണോ അതെല്ലാം ഏതൊരു മലയാളിക്ക് പഠിക്കാൻ പറ്റുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മസ്റ്റ് ആയിട്ട് എല്ലാവരും ചെക്കൗട്ട് ചെയ്യാൻ ഞാൻ ഇവിടെ ആയിക്കോട്ടെ അത് കൊടുത്തേക്കാം. ഓക്കെ, സോ അപ്പോൾ വേറെ ഒന്നും പറയാനില്ല. ഇന്നത്തെ കാര്യങ്ങൾ നമുക്ക് ചാർട്ടിൽ പോയി നമ്മുടെ പോയിന്റിനെ എങ്ങനെ റെസ്പെക്ട് ചെയ്തു, നാളത്തെ പോയിന്റ് ഏതൊക്കെയാണ്, ആ പറയുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കാം. ഓക്കെ, സോ ലെറ്റ്സ് ജംപ് ഇൻടു ദ ചാർട്ട്. ഓക്കെ, അപ്പൊ ചെറിയൊരു നോയ്സിന്റെ ഇഷ്യൂ ഉണ്ടെങ്കിൽ എല്ലാവരും ദയവേത് ക്ഷമിക്കുക. അത് എന്തോ ഇവിടെ പുറത്തൊരു ടൂറിസ്റ്റ് വണ്ടി പോയാണ് നമ്മളെ ഫ്ലാറ്റിന്റെ താഴെ കൂടെ, സോറി. ഓക്കെ, അപ്പോൾ നമ്മൾ നിഫ്റ്റിയുടെ ചാർട്ടിലൂടെ നമുക്ക് വരാം. അപ്പൊ നിഫ്റ്റിയുടെ ചാർട്ടിൽ വന്നപ്പോൾ രാവിലെ തന്നെ അത്യാവശ്യം ഒരു ചെറിയ ഗ്യാപ്പ് അപ്പ് ആയിരുന്നു. ചെറിയ ഗ്യാപ്പ് അപ്പ് ആയപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു അത്യാവശ്യം മാർക്കറ്റ് സെന്റിമെന്റ്സ് ഒക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. അത് എന്തോ ഇപ്പൊ ന്യൂസ് റീഡ് ചെയ്യുന്നവർക്ക് എന്താ സംഭവം എന്നൊന്നും അറിഞ്ഞൂടാ. മേ ബി ഗ്യാപ്പ് അപ്പ് ആയിരിക്കും. പലരും ചിലപ്പോൾ ഇവിടുന്ന് കയറിപ്പോയെന്ന് പറയാം, ഭയങ്കര സ്റ്റോക്ക് ഭയങ്കര ബുള്ളിഷ്, അല്ലെങ്കിൽ നിഫ്റ്റി തന്നെ ഗ്യാപ്പ് അപ്പ് ആയി ഓപ്പൺ ആയി, അങ്ങനെ പലതും പറയാം. പക്ഷെ നമ്മൾ രാവിലെ എന്നാണെങ്കിൽ ഒരു ഗ്യാപ്പ് അപ്പ് വന്നു. ഗ്യാപ്പ് അപ്പ് വന്നപ്പോൾ തന്നെ നമ്മൾ എന്താണ് വിത്തിൻ ദ സെക്കൻഡ് തന്നെ നമ്മൾ എന്താണ് ടെലഗ്രാമിൽ ഇട്ടിരുന്നത്, സോ ദർ ഇസ് എ സപ്ലൈ സോൺ എബോവ് ബാങ്ക് നിഫ്റ്റി. അതേപോലെ നിഫ്റ്റി ജംപ് എ ഗ്യാപ്പ് അപ്പ് ഏരിയ. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ മെൻഷൻ ചെയ്തു. അതിനുശേഷം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ നിങ്ങൾ ടെലഗ്രാമിൽ പോയി വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കുറച്ചുകൂടെ പെട്ടെന്ന് കിട്ടും കേട്ടോ. കാര്യം ഓരോന്നും ഞാൻ ടെലഗ്രാമിൽ എഴുതിയത് എക്സ്പ്ലെയിൻ ചെയ്യാൻ തന്നെ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ നിഫ്റ്റിയിൽ ഇങ്ങനൊരു ഗ്യാപ്പ് അപ്പ് വന്നപ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞു നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ചെക്കൗട്ട് ചെയ്യാനുള്ള ബാങ്ക് നിഫ്റ്റിയാണ്. ബാങ്ക് നിഫ്റ്റി നമ്മുടെ സപ്ലൈ സോൺ അവിടെയാണ് നിൽക്കുന്നത്. സോ അവിടുന്ന് ഒരു റെസിസ്റ്റന്റ് ബാങ്ക് നിഫ്റ്റി എടുക്കുവാണെങ്കിൽ നിഫ്റ്റിയും ആ ഒരു ഗ്യാപ്പ് അപ്പ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എക്സാക്ട്ലി ഞാൻ വീണ്ടും പറയാണ്, നമ്മൾ അമാനുഷികനോ കാര്യങ്ങളോ ഒന്നുമല്ല. കംപ്ലീറ്റ്ലി ചാർട്ട് റീഡിങ്, ഒരു രീതിയിലുള്ള ന്യൂസോ കാര്യങ്ങളോ ഇല്ല. നമ്മുടെ പോയിന്റിനെ അത് എങ്ങനെ റെസ്പെക്ട് ചെയ്തേക്കുന്നതെന്ന് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഈ ചാർട്ടിൽ നോക്കിയാൽ മനസ്സിലാവും. ഈ പോയിന്റുകളൊക്കെ ഇന്നലെ നമ്മൾ മാർക്ക് ചെയ്ത് ടെലഗ്രാമിൽ ഓൾറെഡി ഷെയർ ചെയ്തതാണ്. ഇന്നലെ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞ പോയിന്റ്സ് ആണ്, അല്ലാതെ ഒരു രീതിയിലുള്ള ചേഞ്ചും ഇല്ല. അത് എത്രത്തോളം ബെനിഫിഷ്യൽ ആണെന്ന് ഈ ചാർട്ടിലൂടെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ അതിനുശേഷം മാർക്കറ്റ് ഇറങ്ങിയത് നമ്മുടെ പോയിന്റ് റെസ്പെക്ട് ചെയ്ത് അത്യാവശ്യം മാന്യമായുള്ള പ്രോഫിറ്റ് തന്നു. അതിനുശേഷം ഈ ഒരു CPRന്റെ ഈ ഒരു ലെവലിൽ എത്തുന്നതിന് മുമ്പായിട്ട് ഞാൻ പറഞ്ഞായിരുന്നു, ഓൾമോസ്റ്റ് ഒരു നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി, ഞാൻ പെട്ടെന്ന് കാണിച്ചു പോകുന്നതേ ഉള്ളൂ. നമ്മുടെ ഓരോ പോയിന്റും നമ്മളിങ്ങനെ കണ്ടു. അതിനുശേഷം എന്താണ് മണി സോണിന്റെ ആ ഒരു CPRന്റെ ലെവലിൽ എത്താൻ ഏകദേശം ആയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു നാരോ ഇനിഷ്യൽ ബാലൻസ് ആണ് നിഫ്റ്റി ആയാലും ബാങ്ക് നിഫ്റ്റിയിലും ഫോം ആയേക്കുന്നത്. അതുപോലെ തേഴ്സ്ഡേ ആണ് എന്റെ പൊന്നുമക്കളെ, ഇവർ പല പ്രാന്തും കാണിക്കും, അതിനുവേണ്ടി റെഡി ആയിട്ട് എന്നോളം പറഞ്ഞു. അതേപോലെ when bank nifty breaks day low with closing candle, അതുപോലെ നമുക്ക് അവിടെ ഒരു ഷോർട്ടിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അതിനുശേഷം പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് ഒരു കാര്യം പറഞ്ഞായിരുന്നു, മോസ്റ്റ് പ്രോബബ്ലി വിൽ നോട്ട് റെസ്പെക്ട് മണി സോൺ ആൻഡ് CPR. അത് ഞാൻ വീണ്ടും പറയാണ്. അതിന് കുറെ കാര്യങ്ങളുണ്ട്. അതിപ്പം കുറെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത് പറയണമെങ്കിൽ അതിന് മുന്നേ ഉള്ള കുറെ കാര്യങ്ങളും അതിന്റെ സൈക്കോളജി കുറെയൊക്കെ പഠിക്കണം. അത് നമുക്കല്ലാത്ത സമയത്ത് പിന്നെ നമുക്ക് പഠിക്കാം. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ അത് പഠിക്കാനുള്ള മാർഗങ്ങൾ നിങ്ങളുടെ ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞാലും ചുമ്മാ പറയുന്നില്ല. അപ്പോൾ അത് ഞാൻ പറഞ്ഞതുപോലെ
ഇനിഷ്യൽ ബാലൻസ് ബ്രേക്ക് ചെയ്ത സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ബാങ്ക് നിഫ്റ്റിയുടെ അല്ല CPR മണി സ്റ്റോക്ക് റെസ്പെക്ട് ചെയ്തില്ല. എക്സാക്ട്ലി അതുപോലെ തന്നെ സംഭവിച്ചു. നമുക്ക് നിഫ്റ്റിയുടെ കേസ് ആണെങ്കിലും നോക്കാം, അതുപോലെ തന്നെ സംഭവിച്ചു. പക്ഷേ അപ്പൊ നിഫ്റ്റിയിൽ ഇവിടെ ഒരു ബൈയിങ് സോൺ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നിഫ്റ്റിയുടെ ബൈയിങ് സോൺ ആ ഒരു റേഞ്ച് എത്തിയപ്പോഴത്തേക്ക് ഇതിന് മുന്നേ പല പല ട്രേഡുകളെല്ലാം നമ്മൾ ഇട്ടു, അതെല്ലാം പക്ക പ്രോഫിറ്റ് തന്നെയായിരുന്നു. അതിനുശേഷം ഏറ്റവും അടിപൊളി സാധനം എന്ന് പറഞ്ഞാൽ ഇതാണ്ട് ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ബാങ്ക് നിഫ്റ്റിയിൽ ഇതിന്റെ ഇടയ്ക്ക് വെച്ച് നമ്മൾ ഒരു ട്രേഡ് കൂടി ഇട്ടു. അതാണ് ഈ കാണുന്ന ഒരു ഗ്രീൻ ക്യാൻഡിൽ ഉണ്ടോ, ഇതൊരു സഡൻ ഗ്രീൻ ക്യാൻഡിൽ ഇങ്ങനെ കയറി. അപ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞു എഗെയിൻ ഒരു ഷോർട്ടിംഗ് ഓപ്പർച്യൂണിറ്റി ഇപ്പം ബാങ്ക് നിഫ്റ്റിയിൽ വീണ്ടും കിട്ടുമെന്ന് പറഞ്ഞു. വീണ്ടും അതുപോലെ തന്നെ സംഭവിച്ചു. അപ്പൊ അതിനുശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുള്ളത് ഇപ്പൊ നിഫ്റ്റിയിൽ നമ്മൾ ഇവിടെ ഒരു ബൈയിങ് സോൺ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് മുന്നേ തന്നെ നമ്മളിത് ടെലഗ്രാമിൽ ബൈ പറഞ്ഞു. ഇനി മാർക്കറ്റ് പല ഭ്രാന്തും കാര്യങ്ങളും എല്ലാം കാണിക്കും. അതുകൊണ്ട് പ്രോഫിറ്റ് എടുത്തവർ മാക്സിമം ആ ഒരു പ്രോഫിറ്റ് കൊണ്ട് സമാധാനപ്പെട്ട് തൃപ്തിപ്പെട്ടിരിക്കുക എന്നുള്ളൊരു കാര്യം നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ എക്സാക്ട്ലി കാര്യം അതെന്താണ് റെസ്പെക്ട് ചെയ്യാത്തതിന്റെ കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടിപ്പുറത്ത് തന്നെ നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ബൈക്ക് സോൺ അതിന്റെ താഴെയായിട്ട് വന്നു. സോ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറഞ്ഞത് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് എപ്പോഴും ഒരുമിച്ച് വെച്ച് സ്പ്ലിറ്റ് സ്ക്രീൻ യൂസ് ചെയ്ത് തന്നെ നമ്മളത് ട്രേഡ് ചെയ്ത് പഠിക്കുക. ആ ഒരു സമയത്ത് അറ്റ് എ ടൈമിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് കോറിലേറ്റ് ചെയ്ത് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. സോ ഇന്നത്തത് ബാക്കിയുള്ള ഒരു ന്യൂസ് എന്ന് പറയുമായിരിക്കാം, പലതും പറയുമായിരിക്കാം. പക്ഷെ നമ്മൾ കംപ്ലീറ്റ്ലി TSP എന്താണോ ഓഫർ ചെയ്തിരുന്ന പോയിന്റ്സ്, ആ പോയിന്റ്സിനെ എത്രത്തോളം റെസ്പെക്ട് ചെയ്തെന്ന് വെറും വാക്കല്ല, നിങ്ങൾക്ക് ഓരോ ദിവസം തലേന്ന് നമ്മൾ പറയുന്നതാണ്. അത് എക്സാക്ട്ലി നിങ്ങൾക്ക് അതുപോലെ തന്നെ കാണാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ കേസിൽ ഇനി നമുക്ക് അടുത്ത നമ്മുടെ സ്റ്റോക്ക് ഒന്ന് പോയി നോക്കാം. ഈ സ്റ്റോക്കിൽ കുറെ ആൾക്കാർക്ക് സംശയമുണ്ട്, ഇത് ബൈയിങ് സോൺ ആണോ സെല്ലിംഗ് സോൺ ആണോ എന്നൊക്കെ. വീണ്ടും ഞാൻ പറയാണ്, ഈ സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് വാങ്ങിക്കാൻ എന്ന് പറയാനുള്ള ഒരു അവകാശം നമുക്ക് സത്യത്തിലില്ല. അങ്ങനെ നമുക്ക് പറയാനും പറ്റില്ല. അപ്പൊ ഞാൻ ഇതൊന്നൊരു 5 മിനിറ്റ് ക്യാൻഡിൽ ആക്കാൻ മതി. ഓക്കെ, ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ആക്കി. കാര്യം ബൈ സെൽ എന്ന് പറയാൻ സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ലാതെ വേറെ ആർക്കും സത്യത്തിൽ അതിനുള്ള ഒരു അവകാശമില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ഇവിടെ ഇപ്പൊ ബജാജ് ഹോൾഡിംഗിന് നമ്മൾ പറഞ്ഞതുപോലെ ഇതാണ്. ഇവിടെ ആദ്യത്തത് നമ്മൾ പറഞ്ഞ പോയിന്റിന്റെ മുകളിൽ ക്ലോസ് ഒന്നും കിട്ടിയില്ല. രണ്ടാമത്തത് ക്ലോസ് കിട്ടി അതിന്റെ മുകളിൽ വന്നു. അതിനുശേഷം ഒരു ഹ്യൂജ് റെഡ് ക്യാൻഡിൽ ആയിരുന്നു. അപ്പൊ നിങ്ങൾ എങ്ങനെയാണോ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും. എക്സാക്ട്ലി അതൊരു സ്റ്റോപ്പ് ലോ ഹണ്ടിങ് കഴിഞ്ഞിട്ട് അതുപോലെ കയറിപ്പോയി. അതായത് നമ്മുടെ പോയിന്റ് ബ്രേക്ക് ചെയ്തൊരു ക്ലോസ് കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും ഒരു ചെറിയ രീതിയിലെങ്കിലും ഒരു റാലി നമുക്ക് എന്തായാലും കിട്ടും. ആ ഒരു റാലി നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് സ്റ്റോപ്പ് ലോസ് നിങ്ങൾ വെക്കുന്നതിനനുസരിച്ചാണ്. ഇപ്പം നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് എത്രത്തോളം അതിനനുസരിച്ചായിരിക്കും. ചിലര് ഇപ്പം ഇങ്ങനെ ഒരു ക്യാൻഡിൽ ക്ലോസ് ആയി കഴിഞ്ഞാൽ ഈ ക്യാൻഡിലിന്റെ താഴെ ആയിരിക്കാം, ചിലർ CPRന്റെ താഴെ ആയിരിക്കാം വെക്കുന്നത്, പല രീതിയായിരിക്കാം. അത് സ്റ്റോപ്പ് ലോസ് ബേസ് ചെയ്ത്. പക്ഷെ ഇത് ഇന്ന് നമ്മൾ ഇട്ടത് ഒരിക്കലും ഒരു ഹ്യൂജ് എഫക്റ്റീവ് ആയിട്ട് ഭയങ്കര സംഭവമായിട്ട് തോന്നുന്നില്ല. പക്ഷെ വീണ്ടും നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഇത്രയും വലിയ സമയത്ത് ഇങ്ങനെ റൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ നിഫ്റ്റി പോലും നമുക്ക് സപ്പോർട്ടില്ല. അതായത് മാർക്കറ്റ് എൻറ്റയർലി ബെയറിഷ് മൂഡിലോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്താണ് നമ്മുടെ പോയിന്റിനെ റെസ്പെക്ട് ചെയ്ത് ഇങ്ങനെ ഒരു റാലി സത്യത്തിൽ മുകളിലോട്ട് തരുന്നത്. അപ്പോൾ സത്യത്തിൽ മാർക്കറ്റ് കൂടെ നമുക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ അത് വേണം നിങ്ങൾ ചിന്തിക്കാൻ. സോ ഇന്ന് മാർക്കറ്റ് നമുക്ക് എതിരായിരുന്നു, എന്നിട്ടും എത്രത്തോളം കയറി എന്നുള്ളതാണ് ഞാൻ വീണ്ടും പറയുന്നത്. സോ എനിവേ എപ്പോഴും നമ്മുടെ പോയിന്റിന്റെ മുകളിൽ ഒരു ക്ലോസ് കിട്ടിക്കഴിഞ്ഞാൽ അതൊരു ഇമ്പോർട്ടന്റ് ലെവലാണ്. മോസ്റ്റ് പ്രോബബ്ലി അത് മുകളിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ ഇവിടെ തട്ടിയിട്ട് നമുക്കൊരു ഷൂട്ടിംഗ് സ്റ്റാർ ഒരു താഴോട്ട് ഇപ്പോൾ ഒരു ക്യാൻഡിൽ വരുവാണെങ്കിൽ അത് നമുക്ക് വീണ്ടും ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കാം. കാര്യം എന്തുകൊണ്ടാണ്, ഒരിക്കലും അതിനെ നമ്മൾ ബൈയിങ് സോൺ എന്ന് മാത്രമല്ല പറഞ്ഞത്, ഇതൊരു ഇമ്പോർട്ടന്റ് ലെവലാണ്. ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിന്റെ ഇമ്പോർട്ടന്റ് ലെവൽസ് ആണ് നമ്മൾ എപ്പോഴും ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. എക്സാക്ട്ലി അതുപോലെ നമുക്ക് ഇനി അടുത്ത ബജാജ് ഫിനാൻസിലോട്ട് വരാം. ബജാജ് ഫിനാൻസിലോട്ട് വന്നാൽ എന്താണ് സംഭവിച്ചത്? ഇന്ന് രാവിലെ പോയി അതുപോലെ മുകളിലോട്ട് പോയി ഷൂട്ടിംഗ് സ്റ്റാർ, പക്ഷേ ഡൗൺവേർഡ് ഹാമർ ആണ്. അവിടുന്ന് എക്സാക്ട്ലി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ CPR തന്നെ ടാർഗറ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. കാര്യം എന്തുകൊണ്ടാണ്, ഇവിടുന്ന് നമുക്ക് ഇവിടുന്ന് റിവേഴ്സൽ കിട്ടുമ്പോഴത്തേക്ക് മാർക്കറ്റ് ഇന്ന് ബെയറിഷ് ആണ്. അപ്പൊ നമുക്ക് അതിന്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ പോവാം. സോ നമ്മൾ പറയുന്ന പോയിന്റിനെ എത്രത്തോളം റെസ്പെക്ട് ചെയ്യുന്നത് നിങ്ങൾ നോക്കി. മുകളിൽ നമ്മൾ പറഞ്ഞ പോയിന്റ്, താഴെ നമ്മൾ പറഞ്ഞ പോയിന്റ്, എക്സാക്ട്ലി അതുപോലെ തന്നെ സംഭവിച്ചു. അതാണ് വീണ്ടും നമ്മൾ പറയുന്നത്. സോ ആ പോയിന്റ്സ് ഐഡന്റിഫൈ ചെയ്യുന്നതിലാണ് കാര്യം ഇരിക്കുന്നത്. ഓക്കെ, അതും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇനി നാളെ എന്ത് ഇന്നത്തെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി നാളെ എന്ത് സംഭവിക്കാം എന്ന് പറയുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ അത്യാവശ്യം ഓക്കെ നമുക്ക് നിഫ്റ്റി ഒന്ന് എടുക്കാം. ഓക്കെ, നിഫ്റ്റി എടുക്കാം. സോ നമ്മൾ നിഫ്റ്റി എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇപ്പൊ എന്താ മനസ്സിലായി? ഞാൻ ഒന്ന് സൂം ഔട്ട് ചെയ്യാം. സൂം ഔട്ട് ചെയ്തപ്പോൾ നിങ്ങൾ നോക്കേ, നമ്മൾ ഇടയ്ക്ക് വെച്ച് നമുക്കൊരു റാലി കിട്ടിയത് ഓർമ്മയുണ്ടോ? ആ റാലി എങ്ങനെയായിരുന്നു ആക്ച്വലി കിട്ടിയത്? ഇവിടെ നല്ലൊരു കൺസോൾട്ടേഷൻ ഏരിയ ആയിരുന്നു. ഈ കൺസോൾട്ടേഷൻ ഏരിയ സത്യത്തിൽ ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് വീണ്ടും അസെൻഡിങ് CPR വന്നു തുടങ്ങി, അപ്പർ CPR വന്നു തുടങ്ങി. സോ അവിടുന്ന് വീണ്ടും നല്ലൊരു റാലി തന്നു. എപ്പോഴും മാർക്കറ്റ് ഒരേ ഡയറക്ഷനിലോട്ട് അടുപ്പിച്ചൊന്നും പോയിക്കൊണ്ടിരിക്കാൻ പറ്റത്തില്ല. നമുക്കൊരു സ്വിങ്
എപ്പോഴും കിട്ടണം. ഇവിടെ ഇപ്പൊ സ്വിംഗ് അല്ലെങ്കിൽ പോലും സത്യത്തിൽ ഒരു കൺസോൾട്ടേഷൻ ഫേസ് ആണ്. അപ്പൊ ഇനി നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഈ ഒരു കൺസോൾട്ടേഷൻ ഫേസിന്റെ ഹൈയും ലോയും എപ്പോഴും നമ്മുടെ മൈൻഡിൽ വേണം. കാര്യം എന്തുകൊണ്ടാ, എപ്പോഴും നമ്മുടെ ഡൗ തിയറി എന്ന് പറയുന്ന ഒരു തിയറിയാണ്, നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അക്യുമുലേഷൻ ഫേസ്, ഡിസ്ട്രിബ്യൂഷൻ ഫേസ്, ഔട്ട് ഫേസ്, അങ്ങനെ കുറെ ഫേസസ് ഉണ്ട്. അതെല്ലാം കൂടെ ക്ലബ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് നമ്മൾ ഒരു 1 ഡേ ക്യാൻഡിലും 30 മിനിറ്റ്സിലൊക്കെ ആയിട്ട് പ്ലോട്ട് ചെയ്ത് കഴിയും മാർക്കറ്റിന്റെ ഓൾമോസ്റ്റ് ഒരു ചെറിയ സൈക്കോളജി നമുക്ക് കിട്ടും. സോ അപ്പൊ നിങ്ങൾ തന്നെ നോക്കി, ഇവിടെ ഒരു കൺസൾട്ടേഷൻ കഴിഞ്ഞു, വീണ്ടും നല്ലൊരു അപ് ട്രെൻഡ് ആയിരുന്നു, അതിനുശേഷം വീണ്ടും ഒരു കൺസൾട്ടേഷൻ മോഡിലാണ് നിൽക്കുന്നത്. സോ ആ കൺസൾട്ടേഷൻ മോഡിൽ ഒരു ദിവസത്തെ ഓപ്പണിംഗ് ഭീകരമായിട്ട് അതിനെ ബാധിക്കും. സോ അങ്ങനെ ബാധിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ പിറ്റേ ദിവസത്തേക്ക് നമ്മൾ ടെലഗ്രാമിൽ നമ്മൾ ലൈവിലുള്ള ദിവസമാണെങ്കിൽ ഷെയർ ചെയ്യും. അല്ലാത്ത പക്ഷം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞു തരും. അത് നിങ്ങൾ ബുദ്ധിപരമായിട്ട് ട്രേഡ് ചെയ്യുക. നമ്മളുള്ള ദിവസമാണ് ടെലഗ്രാമിൽ മാക്സിമം ടൈമിൽ നമ്മളെ സപ്പോർട്ട് കാണും. മിക്ക ദിവസവും ഉണ്ട്, നിങ്ങൾക്ക് അറിയാമല്ലോ. സോ അതിനുവേണ്ടി നിങ്ങൾ ബാങ്ക് നിഫ്റ്റിയിൽ ഫോക്കസ് ചെയ്ത് നമ്മുടെ സെല്ലിംഗ് സോൺ, അതാണ് ഇതിപ്പോ ഒരു സെല്ലിംഗ് സോൺ ആയിട്ട് നമ്മൾ പ്ലോട്ട് ചെയ്യാൻ പോവുകയാണ് നാളത്തേക്ക്. അതാണ് 38,180 ആ ഒരു റേഞ്ച് നമ്മൾ പ്ലോട്ട് ചെയ്യാൻ പോവുകയാണ്. അതുപോലെ ബാങ്ക് നിഫ്റ്റിയിൽ നാളത്തെ ദിവസം, അതായത് ഫ്രൈഡേ, ഒരു നാരോ CPR ആണ് കൂടുതൽ സാധ്യത. എക്സാക്ട് നാരോ CPR തന്നെ വരും. കാര്യം ഇന്നത്തെ ഓപ്പണിംഗും ക്ലോസും ഹൈയും നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഓക്കെ, അതിനുശേഷം അതിന്റെ മണി സോൺ വരുന്നത് ഈ ഏരിയ ആണ്. കാര്യം CPR നാരോ ആണ്, പക്ഷെ മണി സോൺ കുറച്ചുകൂടെ ബയേഴ്സ് സെല്ലേഴ്സും തമ്മിൽ ഒരു ഫൈറ്റ് ഉള്ള ഒരു സ്ഥലം നോക്കുവാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ചെറിയ ഏരിയ നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല. ഈ ഗ്രീനിങ് സോൺ എന്ന് പറയുന്നത് ഒരു ബൈയിങ് സോൺ ആണ്. എക്സാക്ട്ലി അത് ഇന്നത്തെ ദിവസം ബൈയിങ് നടന്നേക്കുന്നത് എവിടുന്നെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ നോക്കേ, നമ്മൾ ഇന്നലെ അത് പ്ലോട്ട് ചെയ്തിരുന്നതാണ്. അതേ ബൈയിങ് സോൺ നമുക്ക് ഒന്നുകൂടെ നാളത്തേക്ക് വേണമെങ്കിലും പ്ലോട്ട് ചെയ്യാവുന്നതാണ്. മുകളിലോട്ടാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഒരു റെസിസ്റ്റന്റ് ഏരിയ ആയിട്ട് ഈ 38,000 എപ്പോഴും 38,800 ഒരു ഷോർട്ട് ടേമിലേക്ക് നിങ്ങൾക്കൊരു റെസിസ്റ്റന്റ് ആയിട്ട് കിട്ടും. അതുപോലെ താഴെ നമുക്ക് ഈ ഒരു യെല്ലോ ഏരിയ എന്ന് പറയുന്നത്, യെല്ലോ ഏരിയയുടെ ബോർഡർ ഞാൻ പറയാം, 37,050 ആ റേഞ്ച് ഒരു ഗ്യാപ്പ് ബോർഡർ കിടപ്പുണ്ട്. അതും അവിടുന്ന് തട്ടി നമുക്കൊരു ഷോർട്ട് സ്കാൽപ്പിങ്ങിനുള്ള ഓപ്പർച്യൂണിറ്റി നമുക്ക് തരാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ, അപ്പൊ ബാങ്ക് നിഫ്റ്റിയുടെ കേസ് ഇതാണ്. ഇനി നമുക്ക് നിഫ്റ്റിയുടെ കേസിലോട്ട് വരാം. നിഫ്റ്റിയുടെ കേസിൽ നമ്മളിത് കാര്യങ്ങളൊക്കെ ഓൾറെഡി പറഞ്ഞു. ഇനി നമുക്ക് അതുപോലെ നിഫ്റ്റിയുടെ ഒരു സെല്ലിംഗ് സോൺ ഏരിയ എന്ന് പറഞ്ഞാൽ 17,480, 17,500. സോ ഇറ്റ്സ് എ സൈക്കോളജിക്കൽ ഫിഗർ ആണ്. കൂടാതെ തന്നെ അവിടെ സെല്ലിംഗ് 2-3 ടൈംസ് ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട്. പിന്നെ നിഫ്റ്റിയുടെ ബാങ്ക് നിഫ്റ്റിയുടെ ഇന്നത്തെ ചാർട്ട് എടുത്ത് വെച്ചിട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങളെ കണ്ണുകൊണ്ട് നല്ല രീതിയിൽ നോക്കിയാൽ മനസ്സിലാവും. നിഫ്റ്റിയിൽ ഒരു വൈഡർ CPR-നും അല്ലെങ്കിൽ ഒരു മോഡറേറ്റ് CPR-നും ബാങ്ക് നിഫ്റ്റിയിൽ ഒരു നാരോ CPR ഉള്ള സാധ്യതയാണ് നാളെ കൂടുതൽ. മണി സോൺ എക്സാക്ട്ലി രണ്ടിന്റെ ബോട്ടം ലെവലിലാണ്. സോ നാളെ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് മാർക്കറ്റിന്റെ ഓപ്പണിങ്ങും കാര്യങ്ങളും ബേസ് ചെയ്തിട്ടായിരിക്കും. പിന്നെ ബൈയിങ് സോൺ നമ്മൾ ഇന്ന് കുറച്ചുകൂടെ ഇറക്കി വരയ്ക്കണം. കാര്യം ബാങ്ക് നിഫ്റ്റിയിൽ അത്യാവശ്യം നല്ലൊരു വിക്ക് താഴോട്ട് വന്നില്ലേ, ആ ഒരു ബേസിന് നിഫ്റ്റിയിൽ ഒരു വിക്ക് വന്നിട്ടുണ്ട്. ആ ഒരു ബേസ് നോക്കി നമ്മൾ ഇന്നത്തെ ദിവസം ബൈയിങ് വരയ്ക്കണം. അതായിരിക്കും ബെറ്റർ എന്ന് പറയുന്നത്. തൊട്ട് താഴെ തന്നെ ഒരു വെർജിൻ CPR ഉണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. ശേഷമുള്ള കാര്യങ്ങൾ നമ്മൾ രാവിലെ ടെലഗ്രാമിൽ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ അവൈലബിൾ ആണെങ്കിൽ മാക്സിമം സപ്പോർട്ട് നിങ്ങൾക്ക് എന്തായാലും കാണും. ഓക്കെ, അപ്പൊ ഇനി അതുപോലെ അതിന്റെ കൂട്ടത്തിൽ തന്നെ സ്റ്റോക്ക് നാളത്തേക്ക് നിങ്ങൾക്ക് നോക്കി വെക്കാൻ പറ്റുന്ന സ്റ്റോക്ക് കൂടെ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ ഹീറോ മോട്ടോകോർപ്പ് എടുക്കുക. ഹീറോ മോട്ടോകോർപ്പിൽ നിങ്ങൾ അടയാളപ്പെടുത്തേണ്ടുള്ളത് 2,828.55, അതുപോലെ 2,779.25. അപ്പർ സൈഡ് എന്ന് പറഞ്ഞാൽ 2,828, ലോവർ സൈഡ് എന്ന് പറഞ്ഞാൽ 2,729. ഓക്കെ, ഇവിടെ 5 മിനിറ്റ് ആകാൻ ഞാൻ 5 മിനിറ്റ് ലാൻഡിലാക്കി. ഇവിടെ നിങ്ങൾ നോക്കേ, ഇന്ന് ഹീറോ മോട്ടോകോർപ്പിൽ എന്താണ് നടന്നേക്കുന്നതെന്ന്. അത്യാവശ്യം മാന്യമായിട്ടുള്ള ഒരു കൺസൾട്ടേഷൻ ഉണ്ട് നമുക്ക് കിട്ടിയേക്കുന്നത്. സോ അത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇത് കൂടാതെ തന്നെ ഇവിടെ തന്നെ മന്ത്ലി പിവട്ടും കാര്യങ്ങളും വീക്ക്ലി പിവട്ടും എല്ലാം ഉണ്ട്. സോ നാളത്തെ പോയിന്റ് ബ്രേക്ക് ചെയ്യുന്ന എങ്ങനെയെന്നനുസരിച്ച് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാം. വേണമെങ്കിൽ നിങ്ങൾ നിഫ്റ്റി ഓട്ടോ ആയിട്ടും കൂടെ നാളെ ഒന്ന് ക്ലബ് ചെയ്തോളൂ ട്രേഡ് എടുക്കുന്ന സമയത്ത്. പിന്നെ HDFC ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. സോ ഒന്നാമത്തത് നമ്മൾ പറഞ്ഞു ഹീറോ മോട്ടോകോർപ്പ്, രണ്ടാമത്തെ HDFC ലൈഫ് ഇൻഷുറൻസ് ആണ്. അതിനകത്ത് 539.35, 529.40, അതായത് ഒരു 10 പോയിന്റിന്റെ ഒരു വേരിയേഷന്റെ അപ്പർ ലെവൽ ലോവർ ലെവൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് സോൺ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ എപ്പോഴും പ്ലോട്ട് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, ഇമ്പോർട്ടന്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് എടുക്കേണ്ടത്? മുകളിൽ ഒരു ക്ലോസ് കിട്ടിക്കഴിഞ്ഞാൽ ആ സൈഡിലോട്ട്, താഴെ ഒരു ക്ലോസ് കിട്ടിക്കഴിഞ്ഞാൽ ഈ സൈഡിലോട്ട്. ഒരിക്കലും ഇതൊരു ബൈയിങ്ങോ സെല്ലിങ്ങോ ആയിട്ടുള്ള കോൾ അല്ല നമ്മൾ പറയുന്നത്. ജസ്റ്റ് നമ്മൾ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുകയാണ്. ഓക്കെ, ഫൈൻ. അതിനുശേഷം SBI ലൈഫ് ഇൻഷുറൻസ്. സോ ഇൻഷുറൻസിലാണ് നാളെ നമ്മൾ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ,
അത് 1288, അപ്പർ സൈഡിൽ 1270 ലോവർ സൈഡിൽ. ഓക്കെ, അപ്പൊ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഈ ഒരു കാര്യങ്ങളെല്ലാം വൃത്തിയായിട്ട് നോക്കി പ്ലോട്ട് ചെയ്ത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ടെലഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇത് കൂടാതെ FIയുടെ DAയുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമ്മൾ പറയുന്നതും ലൈവിലെ നമ്മുടെ സപ്പോർട്ടും എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട്. നമ്മൾ ഓരോന്നും എടുത്തു വെച്ച് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരണം, എന്തുകൊണ്ട് എടുക്കുന്നതിന് തൊട്ട് മുമ്പത്തെ റീസൺ അങ്ങനെയാണെങ്കിൽ നമുക്ക് പിന്നെ ട്രേഡ് ചെയ്യാൻ പറ്റുമോ ബ്രോ? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കെ, ലൈവ് സമയത്ത് നമ്മൾ എന്തൊക്കെ ചെക്ക് ചെയ്യണം, നമ്മൾ പല പല കാര്യങ്ങൾ നോക്കണം, നമ്മൾ ഡിസ്കോളിൽ എന്തെങ്കിലും സംശയം വന്നാൽ നോക്കണം, അതുപോലെ നമ്മൾ ഓഷോ പറ്റുന്ന സ്റ്റുഡൻസ് എന്തെങ്കിലും സംശയം വന്നാൽ നോക്കണം, അതുപോലെ ഈ ലൈവിൽ തന്നെ നമ്മൾ മാർക്കറ്റിൽ പറ്റുന്ന രീതിയിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം, ഇതിനിടയിൽ നമ്മൾ ചാർട്ട് നോക്കണം, ഇതിനിടയിൽ ബാക്കിയുള്ള ഒരു പേഴ്സണൽ മെസ്സേജ് കൂടെ ആയിരിക്കും. അതുകൊണ്ടൊക്കെയാണ് ദയവ് ഇത് മനസ്സിലാക്കുക. പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് പോയിന്റ്സ് ചെയ്ത് ഷെയർ തരാൻ പറ്റും. നിങ്ങളൊരു കോമൺ സെൻസ് വെച്ച് ചിന്തിച്ച് നോക്കിയാൽ മതി. ഇന്ന് മാർക്കറ്റ് ക്ലോസ് ആവുന്ന ആ സെക്കൻഡിൽ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ വീഡിയോ ചെയ്യുകയാണ്. അപ്പം ഒരിക്കലും ഷെയർ മാർക്കറ്റിൽ ആരും ദൈവമായിട്ടില്ല. നാളെ രാവിലെ ആ ഒരു ലൈവ് സമയത്ത് അതിന്റെ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുമെന്ന് പറയാൻ പറ്റും. പക്ഷെ റെസ്പോണ്ട് ചെയ്യാൻ സാധ്യതയുള്ള പോയിന്റ്സ് ആണ് നമ്മൾ എപ്പോഴും ഷെയർ ചെയ്ത് തരുന്നത്. ചാർട്ട് ചുമ്മാ കിടക്കുന്നതിനെക്കാട്ടി നല്ലതല്ലേ നമുക്കൊരു റോഡ് മാപ്പ് ഉള്ളത്, എവിടുന്ന് എങ്ങനെ കളിക്കണമെന്ന് മാത്രം പിന്നെ അറിഞ്ഞാൽ പോലെ. അപ്പൊ അതിന് നമ്മളെ ടെലഗ്രാം മാക്സിമം സപ്പോർട്ട് നിങ്ങൾ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ തരുന്നുണ്ട്, മസ്റ്റായിട്ട് ജോയിൻ ചെയ്യുക. കുറച്ച് നിങ്ങൾക്ക് നിങ്ങളെ ഷെയർ മാർക്കറ്റിന്റെ കരിയറിൽ നിങ്ങളുടെ ട്രേഡിംഗ് കുറച്ച് ഡെവലപ്പ് ചെയ്യാൻ ഉറപ്പായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ ഞാനിപ്പോൾ ഇവിടെ പറയുന്നതും ഇവിടെ ഷെയർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ പേഴ്സ്പെക്റ്റീവാണ്. എനിക്ക് മാർക്കറ്റിലോട്ടുള്ള എൻ്റെ ടെക്നിക്കൽ അനാലിസിസ് ബേസ് ചെയ്ത് ഞാൻ സ്റ്റഡി ചെയ്ത് ബേസ് ചെയ്തുള്ള പേഴ്സ്പെക്റ്റീവാണ്. ദയവ് ചെയ്ത് നിങ്ങൾ ഏത് ട്രേഡ് എടുക്കുന്നതായാലും എന്ത് കാര്യങ്ങളായാലും ഞാനെന്നല്ല ആരും പറയുന്നത് കേൾക്കരുത്. നിങ്ങളുടെ അനാലിസിസ് നടത്തി നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറോട് ചോദിച്ചിട്ട് മാത്രം എടുക്കുക. ഓക്കെ, സോ ഇത്രയും പറഞ്ഞാണ് നമ്മൾ വാക്കുകളോട് ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.